ഓടി. ആ പിള്ളേച്ചൻ ഭാഗ്യമുള്ളവനാണ്. എറിഞ്ഞു വാട്ടാതെ എന്റെ കുഞ്ഞിറ്റിൻ ചേട്ടാ. വീണ് കിട്ടിയില്ലെങ്കിൽ എറിഞ്ഞു വാട്ടാതിരിക്കാൻ പറ്റുമോ? കഷായം തിളപ്പിച്ചിട്ടുണ്ട്, വേഗം വന്നത് കുടിക്കും. പോയിക്കോളി മക്കളെ, ബാപ്പ എന്താ കുഞ്ഞിട്ടുള്ളക്കാ? മീൻ തീർന്ന ഇത്ര പെട്ടെന്ന്? മുയമ്പ് തീർന്നില്ല മോളെ, കുറച്ച് ബാക്കിയുണ്ട്. അത് നമ്മളെ അമ്മനെ ഏൽപ്പിച്ച്. എടോ എനിക്ക് നല്ല സുഖമില്ലടോ. വയറ്റിനകത്ത് ഒരു കടിച്ചെറിയും വേദനയും. ഇന്ന് 4 പ്രാവശ്യം പച്ചവെള്ളം പോലെ വയറ്റിന് പോവുകയും ചെയ്തു. ബാലം വൈദ്യരുടെ അരിഷ്ടം 3 നേരം കുടിക്ക്, തൂറൽ അവിടെ നിൽക്കും. മരുന്ന് കുടിച്ചിട്ട് തൂറിൽ നിർത്തണ്ട, ഇത് തൂറി തന്നെ നിർത്തും ഞാൻ. വയ്ക്കാൻ കഴിയില്ല. എന്താണ് വെള്ളമില്ലാത്തൊക്കെ പാട്, ഉരുണ്ട് കൂട്ടണ. എവിടെ? ആരാ കണ്ടത്? കണ്ട് നമ്മളാണ്. മുതലക്കടവിന്റെ മരത്തങ്ങനെ കുത്തിരിക്കുന്നത്. അവിടേക്ക് ഏകദേശം ഇത്ര ദൂരത്ത് ഇങ്ങനെ നിൽക്കണ്. അതാണ് പുലി തന്നെയാണോ അല്ല വല്ല പട്ടി പൂച്ചയോ? ഇതെന്തോ ഒലക്കാമെന്ന് വർത്താനോട്ടോ പറയുന്നേ. പുലിയാണോ നല്ല 1-ാം പുള്ളി. പക്ഷെ കഴിഞ്ഞ കൊല്ലം നമ്മൾ മണിയപ്പുരി പിടിച്ചില്ലേ, അതേ സാധനം. മണി അടിക്കട്ടെ, വേഗം ആട്ടെ. അടിക്കട്ടെ അച്ചോന്നോ, പോയ അടിയടോ. പാത്തുക്കുട്ടി, പള്ളിമണിയല്ലേ കേക്കണേ? അതെ. എന്റെ ഗുരുവായൂരപ്പാ, പുലി വീണ്ടും ഇറങ്ങിയെന്നാ തോന്നണേ. ഗോവിന്ദ, പീടി അടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. എല്ലാരും വീട്ടിൽ പൊക്കോളീ, പുലി ഇറങ്ങി. വൈദ്യരെ, നേരെ ഇരുട്ടുതലും പീടി അടച്ച് വീട്ടിൽ പൊക്കോ, പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇത് നസ്രാണിയിലാരാണ്ട് ചത്തമണിയാ? ചത്തമണിയാണെങ്കിൽ താൻ ഇവിടെ തന്നെ പരദൂഷണം പറഞ്ഞിരുന്നോ? പുലിയുടെ വിശപ്പും മാറും, നാട്ടുകാരുടെ ഒരു ശാപവും തീരും. വൈദ്യര് വേഗം പീടി അടച്ച് വീട്ടിൽ പോകാൻ നോക്ക്. ഇയാൾ ഇവിടെ തന്നെ ഇരുന്നോട്ടെ, കുറെ ഇറച്ചിയുണ്ടല്ലോ, പുലി തിന്നട്ടെ. ആ രാമകുട്ടി ഉണ്ടല്ലോ, വക്കീലെ, മഹാഭാരയാ. എന്റെ ജീവിതത്തിൽ ഇതുപോലെ. വീട്ടിൽ പോകാൻ നോക്ക്, തമ്മി കണ്ട നാളെ സംസാരിക്കാം. ആഹാ, അങ്ങനെയാണ്. ഹലോ, പോലീസ് സ്റ്റേഷൻ. ഫിലിപ്പോസ് ആണ്. ഫിലിപ്പോസ്. അതെ, ഇവിടെ വീണ്ടും പുലി ഇറങ്ങി. പുലി. അതെ. എന്താ? ഒരു ഫോണുള്ളത് വെറുതെയാ. ഇതിലും പേര് നേരിട്ടെന്ന് പറയുന്നതാ. ഞാനൊന്ന് പോയിട്ട് വന്നാലോ? അപ്പന് വേറെ പണിയില്ലേ? ഈ രാത്രി 10-25 കിലോമീറ്റർ കാർ ഓടിച്ചു തന്നാൽ അവർ 2 പോലീസുകാരെ അയച്ചേരും. അവർ വന്നിട്ട് തന്നെ ചെയ്യാനാ? അവർക്ക് കൂട്ടിരിക്കാൻ 10 പേര് വേറെ വേണം. സൂക്ഷിച്ചു പോണേ. ഒത്തു കിട്ടിയാൽ ഇന്ന് അവന്റെ ശവമായിരിക്കും. കഥ അടച്ചോളൂ. ആ ചെക്കർ ഇതുവരെ വന്നില്ലല്ലോടി. ഇരുട്ടുന്നതിന് മുമ്പ് വീട്ടിലെത്തുമെന്ന് എപ്പോഴും പറയാറുള്ളതാ. എവിടെ പോയി തിരക്കും എന്റെ കർത്താവേ? ആ, വിവരറിഞ്ഞപ്പോ അവൻ വല്ല വീട്ടിലും കയറിയിരിക്കുന്നുണ്ടാവും. കുഞ്ഞക്ക. എന്താ മോളെ? തോമസ് ഊട്ടി ഇതുവരെ വന്നില്ല. ആ ചെക്കനിത് എവിടെ പോയി കിടക്കുകയാണ്? ചരക്കും കൊണ്ട് ടൗണിൽ പോയതാ. അവൻ വരും, വിവരമില്ലാത്തവനൊന്നും അല്ലല്ലോ. മോള് ബേജാറാവണ്ട, ഓൻ എവിടെയാണെങ്കിലും ഞമ്മൾ തേടി പിടിച്ചുകൊണ്ടുവന്നോളാം. മോളിങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ പുറത്തിറങ്ങി നിൽക്കല്ലേ, പെരന്റെ ഔത്തുകർ കുത്തിരിക്കും. ആ കള്ളഹിമാർ എവിടെയാണ് ഒളിച്ചിരിക്കണെന്ന് നമുക്ക് പറയാൻ കഴിയൂല. എവിടെ? അപ്പം പുറത്തല്ലയോ കിടക്കുന്നേ? അത് പിന്നെ വയസ്സായില്ലേ,
ശരിയാ, ഈ എല്ലും തൊലി ഏത് പുലിക്കാ വേണ്ടേ? പുലിക്ക് മടിയത് പുള്ളച്ചന്റെ മകളുടെ ആളെ ഇറച്ചിയാ. പെട്ടെ പുലി ഇറങ്ങിയപ്പോഴാ ഒരു തമാശ. വായി നോക്കിക്കാ വരുന്നുണ്ടോ? ആ പുള്ളാച്ചൻ അവിടെ ഇറച്ചി കൂടുതലുണ്ട് കണ്ടപ്പോ പുള്ളാച്ച മുങ്ങി. ഇക്കണ്ട സമയം മുഴുവൻ അരിച്ചു പറക്കിയിട്ടും പുലിയെ പോയിട്ട് ഒരു രോഗം പോലും കണ്ടില്ല. എനിക്ക് തോന്നണം നമ്മുടെ കുഞ്ഞബ്ദുള്ളാക്കാന്റെ ഡൂപ്പാന്നാ. കിഴക്കാണ്ട് പോടാ ഇവിടുന്ന്. ആര് കാര്യത്തിന് ആരും കള്ളത്തരം പറയോ? തീനത്തിനാണ് പറച്ചവനാണ് സത്യം നമ്മൾ ഈ കണ്ണോട് വേണ്ടതാ. എന്നിട്ട് എവിടെ? ആ എവരെ വെറുതെ മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. പുലിയെ പിടിച്ച് നിന്റെ സമക്ഷം ഹാജരാക്കി തരാൻ പറ്റുമോ? ഇത് നല്ല വകുപ്പ്. നിങ്ങൾ ചുമ്മാ ഇതിന്റെ പേര് തമ്മിൽ തല്ലണ്ട. പുലിയാ, അത് കൺമുമ്പിൽ വന്നൊന്നും തരില്ല. വാ, നമുക്കൊന്നോടെ തരാം. തെരയണോര് തെരഞ്ഞു, ഞാനില്ല. ഞാൻ വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങാൻ പോവാ. അതാ ചൂടി ചൂടി. എവിടെ എവിടെ കേട്ടോ? മുറുക്കി കെട്ടണ്ട. അതെ, ഇവിടെ ഇവിടെ. കാല് മാറിട്ടെ. അതെങ്ങനെ തന്നെ വണ്ടിക്കകത്ത് കയറ്റാനുള്ള സൗകര്യം വേണ്ടേ? പോസ്റ്റ്മോർട്ടം ചെയ്യാൻ ഇനി തലയും കാലം മാത്രമല്ലേ ഉള്ളൂ. അതൊന്ന് ഒഴിവാക്കി തരാൻ പറഞ്ഞ് നടക്കുവോ? ഞാൻ പറഞ്ഞു നോക്കി. അങ്ങനെ ചെയ്യണമെങ്കിൽ സർക്കാർ ഓർഡർ വേണം. അത് നടക്കില്ല. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ 7ാമത്തെ ആളായത്. പശു ആടും നായൊക്കെ വേറെ. ഈ വർഷം തന്നെ 2ാമത്തെ പ്രാവശ്യമാണ് പുലി ഇറങ്ങുന്നത്. ഇങ്ങനായ നാട്ടുകാർ എന്ത് ചെയ്യും സാർ? പുലി വരുന്നതും കാത്ത് പോലീസിന് ഇന്നോടെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ? മനുഷ്യരായിരുന്നെങ്കിൽ എങ്ങനെയെങ്കിലും അന്വേഷിച്ച് കസ്റ്റഡിയിൽ എടുക്കാം. ഇത് 100 കിലോമീറ്റർ ദൂരെ ഫോറസ്റ്റിൽ നിന്ന് എങ്ങനെയോ വരുന്ന പുലി. എല്ലാ പ്രാവശ്യവും പോലീസ് അതിനെ കൊല്ലാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്. കിട്ടണ്ടേ? ഇങ്ങോട്ട് കിടത്തിക്കോ. ആ തല ഇങ്ങോട്ട് ഇങ്ങോട്ട് ഞങ്ങൾ ഈ നാട്ടുകാർ എന്ത് ചെയ്യണമെന്ന് പറ. അതിപ്പോ ഞാൻ എന്ത് പറയും? സർക്കാർ ഈ പുലിയെ നരഭോജികളുടെ ലിസ്റ്റിൽ പെടുത്തിരിക്കുകയാണ്.